വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയുടെ പേരിൽ കൊല്ലത്ത് വൻ തട്ടിപ്പ്. 10 ദിവസത്തിനുള്ളിൽ ഈടില്ലാതെ 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ലോൺ പാസ്സാക്കണമെങ്കിൽ ഗുണഭോക്താവിന്റെ വിഹിതം എന്ന പേരിൽ 23,000 രൂപ നൽകണം. തട്ടിപ്പ് നടത്തുന്ന യുവതികളോട് പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകുന്നില്ലെന്നാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഞങ്ങളുടെ അടുത്ത് ആദ്യം ഒരു ഗ്രൂപ്പിൽ ഒറ്റയ്ക്കുള്ള ലോൺ എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വീതം ഒരാൾക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് 23,500 വെച്ച് ചോദിച്ചു. അത് പ്രോസസ്സിംഗ് ഫീസാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് അത് പൈസ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാനും പറ്റും, കുറച്ച് നിങ്ങൾക്ക് അധികം പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങളുടെ ബന്ധുക്കളെ മാത്രമേ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെയും കൂടെ ആഡ് ചെയ്തു. ഒരു 7 പേരെ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ 70 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 76 ലക്ഷം രൂപയുടെ ഒരു ഇമെയിലൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു PMEGBയുടെ പേരിൽ. ഞങ്ങളത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പൈസ ക്യാൻസലാക്കുകയാണ്, നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടും, പക്ഷേ അത് ഞങ്ങൾ പറയുന്ന സമയത്ത് തിരിച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ചൂടാവുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് തന്നെയാണ് രണ്ടാമത് ആളിനെയും ചേർത്ത് കൊടുത്തത്. ഇത് ഒരു 20 പേരോളം ഞങ്ങൾ മൊത്തം പൈസ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50,000 രൂപ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് തിന്നെയാണ്, ഞങ്ങൾ അവരെ പറ്റിച്ചുകൊണ്ട് പോയി കള്ളികളെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ ആക്ഷേപം പറയുകയാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇന്ന് രാവിലെ എൻ്റെ കൂടെ പൈസ കൊടുത്ത് ആദ്യത്തെ പ്രാവശ്യം കൊടുത്ത എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. നിങ്ങളുടെ പേരിൽ ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കും, നിങ്ങൾ എന്തിനാണ് കേസ് കൊടുത്തത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പേര് അതിനകത്ത് വെച്ച് എന്തിനാണ്, നിങ്ങൾ ഈ ലോണിനകത്ത് ഇല്ലാത്തവരാണല്ലോ എന്ന്. പക്ഷേ അതേ ആൾ ആദ്യം മുതൽ ലോണിനകത്തുള്ള ആളാണ്. വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അവരെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു വെച്ചിട്ട്. എന്നിട്ട് അവർ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് കിടന്ന് ചൂടാവുകയും ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുക. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, ഇത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് വന്നിരിക്കുന്നത്. ഇത് എപ്പോൾ തുടങ്ങിയ തട്ടിപ്പാണ്? ഏത് കാലയളവിൽ തുടങ്ങിയ തട്ടിപ്പാണ്? എത്ര പേർ തട്ടിപ്പിന് ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്? ഈ ഏതെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടുണ്ടോ? എന്താണ് ഈ തട്ടിപ്പ്? നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ഈ തട്ടിപ്പ് ആരംഭിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിനകം ആകുന്നു. ഈ തട്ടിപ്പിൽ പ്രധാനമായും ഇരകളാകുന്നത് സ്ത്രീകളാണ് എന്നതാണ്. അതായത് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി എന്ന പേരിലാണ് സ്ത്രീകൾ തന്നെയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തഴുത്തല സ്വദേശികളായ രമ്യ, അനീഷ, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിൽ തട്ടിപ്പ് ഇപ്പോഴും തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർ രണ്ടുപേർക്കുമെതിരെ FIR പോലും പോലീസ് രേഖപ്പെടുത്തിയിട്ട് മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. വളരെ പാവപ്പെട്ട കുവൈറ്റിൽ ജോലി ഉണ്ടായിരുന്ന പ്രസന്നകുമാരി എന്ന സ്ത്രീയുടെ സൗണ്ട് ബൈറ്റാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. അവർ കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ ഇത്തരത്തിൽ അവരോട് പറയുകയും നിങ്ങൾക്ക് നാട്ടിൽ കാറ്ററിംഗ് ജോലി ചെയ്യാനായി പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിത്തരാം, മറ്റ് ഈടുകളൊന്നും നൽകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീയെ, പ്രസന്നകുമാരിയെ സമീപിക്കുന്നത്. തുടർന്ന് ഈ പ്രസന്നകുമാരി 23,000 രൂപ നൽകിയപ്പോൾ പ്രസന്നകുമാരിയോട് പറഞ്ഞു, നിങ്ങൾ മാത്രം ചേർന്നാൽ പോരാ, ഒരു ഗ്രൂപ്പായിട്ടുള്ളവർ വരണം എന്ന് പറഞ്ഞു. തുടർന്ന് പ്രസന്നകുമാരി തൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ആഡ് ചെയ്തു. ഏതാണ്ട് 25ലധികം ആളുകൾ 3 ഗ്രൂപ്പായി ചേർന്നാണ് ഈ 13 ലക്ഷം രൂപ ഇത്തരത്തിൽ ഈ സ്ത്രീകൾക്ക് നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ബ്രൗഷർ ഉണ്ടാക്കി, അതുപോലെ തന്നെ ടോക്കൺ ഉണ്ടാക്കി, വ്യാജ ടോക്കൺ ഉണ്ടാക്കി, ബാങ്കുകളുടെ രേഖകൾ ഉണ്ടാക്കി. ഇതൊക്കെ തട്ടിപ്പ് നടത്തിയ ശേഷം കൊല്ലം ജില്ലാ കളക്ടറേറ്റിലേക്ക് ഇവരെ എത്തിച്ച് അവിടെ വെച്ച് ജില്ലാ വ്യവസായ ഓഫീസർ നിങ്ങളുമായി സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം നൽകിയവരെ അവിടെ കൊണ്ടുപോയി രാവിലെ മുതൽ വൈകിട്ട് വരെ സിവിൽ സ്റ്റേഷനിലെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുത്തിയ ശേഷം പിന്നീട് ജില്ലാ വ്യവസായ ഓഫീസർക്ക് നിങ്ങളെ കാണാൻ സമയം കിട്ടില്ല, നിങ്ങൾക്ക് ലോൺ പിന്നീട് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവരെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ഈ സ്ത്രീകൾ അവരുടെ വീട്ടിൽ ചെന്ന് പണം തിരികെ ആവശ്യപ്പെട്ടിട്ട് പോലും പണം തിരികെ കൊടുക്കാത്തൊരു സാഹചര്യം. ഈ തട്ടിപ്പ് ഇപ്പോഴും കൊല്ലത്ത് വിവിധ ഇടങ്ങളിൽ ഈ സ്ത്രീകൾ രമ്യയും അനീഷയും നടത്തുന്നു. രമ്യയും അനീഷയുടെ പേരിൽ ചീറ്റിങ്ങിന് FIR പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ഈ ചീറ്റിംഗ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അന്വേഷണം തുടങ്ങിയിട്ടില്ലേ ഷമീർ? പോലീസ് എന്താണ് പറയുന്നത്?
തീർച്ചയായിട്ടും ഇത് ഈ പരാതിയുടെ മേളിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവരെ വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ചാത്തന്നൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഖേദകരമായ കാര്യം. അതും രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരിൽ നടക്കുന്ന ഒരു തട്ടിപ്പ്, അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു തട്ടിപ്പ്, ആ തട്ടിപ്പിനെ അത്ര ഗൗരവത്തോടു കൂടി പോലീസ് കണ്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ സാധാരണയായി ഈ പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയുടെ ലോൺ നൽകുന്നത് ജില്ലാ വ്യവസായ ഓഫീസറാണ്. താലൂക്ക് തല വ്യവസായ ഓഫീസർക്ക് മാത്രമേ ഈ ലോൺ നൽകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റ് ഏജൻസികളെ ഒന്നും തന്നെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് ജില്ലാ വ്യവസായ ഓഫീസറുടെ വിശദീകരണം. പക്ഷേ ഇവർ ഇത്തരത്തിൽ നടത്തി ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. തീർത്തും ഗുരുതരമായ കാര്യമാണ് ഷമീർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച സംഭവം. അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരിൽ നടക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ തൊഴിൽ ദായക പദ്ധതിയുടെ പേരിലുള്ള വമ്പൻ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും പോലീസ് ഇതുവരെ ഇതിലൊരു നടപടി എടുത്തിട്ടില്ല, നടപടിയിലേക്ക് കടത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതിനപ്പുറം ഗൗരവതരമായ കാര്യമാണ്. ഭരണകൂടമൊക്കെ ഇത് അറിഞ്ഞിട്ടും, പ്രത്യേകിച്ച് തീർച്ചയായും പ്രാദേശിക ഭരണകൂടമൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാകും ഈ കാര്യമൊക്കെ. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല? ഈ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. കൂടുതൽ പേർ ഈ തട്ടിപ്പിന് ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ലക്ഷങ്ങളുടെ തട്ടിപ്പാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനാണെങ്കിലും വീണു പോകും. അപ്പോൾ അത്തരത്തിൽ വീണുപോയ ആളുകളെയൊക്കെയാണ് ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക ഭരണകൂടം, ജില്ലാ ഭരണകൂടം ഒക്കെ ഇടപെട്ട് ഈ വിഷയത്തിൽ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അധികൃതർക്ക് മുന്നിലേക്ക് ഈ വിഷയം ഗൗരവപൂർവ്വം ന്യൂസ് മലയാളം എത്തിക്കുകയുമാണ്. ഷമീറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.